ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ BS6 ഇതൊരു BS6 വണ്ടിയാണ്. അപ്പോൾ ഈ BS6 വണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഇതിനൊരു പവർ ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ സെൻസറാണ് അറിയാം. നമുക്ക് BS4നെ അപേക്ഷിച്ച് ഇത് ഫുള്ള് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ സെൻസർ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് സെൻസറൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇതിനൊരു പവർ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ BS6ൽ നമ്മൾ ഇതേപോലെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി ഒരു സ്റ്റാർട്ടായി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ടെർമിനൽ അഴിച്ചിട്ട് നോക്കാം, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടെർമിനൽ ഏതെങ്കിലും ഒരു ടെർമിനൽ ഒന്ന് അഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ അഴിക്കുകയാണ്. ഇതിൻ്റെ ഒരു ടെർമിനൽ നമ്മൾ അഴിക്കുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ടെർമിനൽ ഇപ്പോൾ അഴിച്ചു കഴിഞ്ഞു. അഴിച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? വണ്ടി ഓഫായി. വണ്ടി ഇപ്പോൾ ഓഫിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലെ ഒരു ടെർമിനൽ അഴിച്ചപ്പോൾ വണ്ടി ഓഫായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ബാറ്ററിയുടെ പവർ ഡൗൺ ആയി കഴിഞ്ഞാൽ വണ്ടി ആ നിമിഷം ഓഫായി പോകും. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിത് റീചാർജ് ചെയ്ത് ഇതിൽ കൊണ്ട് വച്ചതിന് ശേഷം മാത്രമേ ഈ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ബാറ്ററി ഡൗൺ ആയി പോകും. അപ്പോഴിതേപോലെ ഞാനത് ഇളക്കി കൊണ്ടുപോയി ബാറ്ററി കടയിൽ കൊണ്ടുപോയി ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് വച്ചതിന് ശേഷം മാത്രമേ പിന്നെ ഇത് നമുക്ക് വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മളെ BS4 വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബാറ്ററി ഇല്ലെങ്കിൽ പോലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ BS4 വണ്ടിയിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് ഇതുപോലെ ബാറ്ററിയുടെ ഏതെങ്കിലും ഒരു ടെർമിനൽ ഇളക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫാകത്തില്ല. പക്ഷേ നമ്മൾ BS6 വണ്ടിയിൽ അങ്ങനെയല്ല. ഇതിന് പ്രവർത്തിക്കണമെങ്കിൽ ഇത് സെൻസറൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പവർ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കിത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലൊക്കെ വെച്ചൊക്കെ നമുക്കിത് ഇപ്പോൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഇളക്കി കൊണ്ടുപോയി ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മാത്രമേ ഇത് വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു റീചാർജുള്ള ഒരു ഉപകരണം വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ഒരു 12 വോൾട്ട് ബാറ്ററി പൾസ് ചാർജർ എന്ന് ഇതിനെ പറയും. അപ്പോൾ ഇത് ഒരു 4AH തൊട്ട് 4AH തൊട്ട് ഒരു 100AH വരെ ഇത് ഉപയോഗിക്കാമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 2-3 ഓപ്ഷനുണ്ട്. അതായത് നിങ്ങൾക്കിതിൽ മനസ്സിലാവും. ഒരു റിപ്പയർ മോഡെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫോൾട്ട്, അതായത് നമ്മൾ ഇപ്പോൾ കമ്പനി പറയുന്നത് ഒരു 4AH തൊട്ട് ഒരു 17AH അങ്ങനെ ഒന്നാണ്. അപ്പോൾ അതുവരെയുള്ള ബാറ്ററിയൊക്കെ ഇതിൻ്റെ പൾസ് മോഡിലിട്ട് ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി നല്ല മെയിൻ്റനൻസോടുകൂടി കൂടുതൽ കാലം നിലനിൽക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത് പക്ഷേ കുറച്ച് ടൈം എടുക്കും. മറ്റാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് നമുക്ക് നോർമൽ ചാർജിൽ ഫുൾ ചാർജ് ആവും. നമ്മൾ റിപ്പയർ മോഡിലിട്ട് കഴിഞ്ഞാൽ ഏകദേശം 10 മണിക്കൂർ ഒക്കെ എടുക്കും. ഞാൻ ചാർജ് ചെയ്തിട്ടപ്പോൾ ഏകദേശം 8-9 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചതുപോലെ ബാറ്ററി പൾസ് ചാർജർ. ഇത് 5 ആമ്പാണ്. 5 ആമ്പിൻ്റെ ഒരു പൾസ് ചാർജർ ബാറ്ററിയാണ്. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനത് പുറത്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററിയിൽ കൊടുക്കാനുള്ള 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഇതിപ്പം വെർലിക്സ് എന്ന പ്രൊഡക്റ്റിൻ്റെ കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് റിപ്പയർ മോഡ്. പിന്നെ ഇത് ചാർജ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ലൈറ്റാണ്, വാണിംഗ് ലൈറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ടെർമിനൽ നമ്മൾ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഫോൾട്ടിൻ്റെ അത് കാണിക്കുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ അതുപോലെ ഒരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതെനിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഇളക്കിക്കൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതുകൊണ്ട് എനിക്കിപ്പം വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ BS6 വണ്ടി ആണെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി വരും. ഫ്രണ്ട്സ്, അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഒരു BS6 വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ഉപകരണങ്ങൾ ആവശ്യമായി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.